ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് വന്നേക്കുന്ന റീഡിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ എന്ത് ചാഞ്ചാട്ടമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡിംഗ്. അതായത് നിങ്ങൾ വളരെ ബാലൻസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, പെട്ടെന്നൊരു ഷേക്ക് ഉണ്ടാകുന്നു, ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡിംഗ്. നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇപ്പോഴും ഒരു പേടിയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച്. അതായത് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഇപ്പോഴും ജഡ്ജ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ഉൾഭയം, അതായത് എൻ്റെ ഫ്യൂച്ചറിൽ ഇനി സന്തോഷമുണ്ടോ, ഹാപ്പിനെസ് ഉണ്ടോ, ഇപ്പോഴുള്ള ആ ലൈഫ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ഇനി മോശമാകുന്നു എന്നാണ് തോന്നുന്നത്, ഫ്യൂച്ചറിൽ ഹാപ്പിനെസ് ഉണ്ടോ എനിക്ക് എന്നുള്ള ഒരു ഉൾഭയം ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ, അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലഭിക്കുമോ എന്നുള്ള ഡൗട്ടുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ചില വ്യക്തികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ വ്യക്തിയെ ഫ്യൂച്ചറിൽ ലഭിക്കുമോ നിങ്ങൾക്ക് തന്നെ. ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതായത് വീടോ അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കണമോ, അല്ലെങ്കിൽ സ്വർണം, മക്കളെ കല്യാണത്തിന് സ്വർണം വാങ്ങിക്കുന്നതിനെക്കുറിച്ച്, മക്കളുടെ ഭാവിയെക്കുറിച്ച്, ഇല്ല എങ്കിൽ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനെക്കുറിച്ച്, സ്വന്തമായിട്ട് ജോലി ലഭിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ലഭിക്കുമോ എന്നും നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒരു ഉൾഭയം നിങ്ങളിലുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെയെങ്കിലും എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടാണ് ചില ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ജീവിതമാണ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ഉള്ള ഫ്യൂച്ചറും കൂടെ നിങ്ങൾ മോശമാക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങുക. ഈ കാണുന്ന ഏതോ ഒരു വ്യക്തി പൈസ ഇല്ലാത്തത് കാരണം ഒത്തിരി പേടിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് പേടിക്കുന്നു. അപ്പോൾ ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പേടിക്കരുത്, നിങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ്, സെക്യൂർ ആണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നത് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് വിശ്വസിക്കൂ. ചില ആൾക്കാർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ചില ആൾക്കാർക്ക് ഇപ്പോഴും വിശ്വാസമില്ല. നിങ്ങൾ കുറച്ചൊന്ന് വിശ്വസിക്കൂ, നിങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കൂ. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നതാണ്. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം നടക്കുന്നതാണ്. ഇവിടെ ബ്ലാക്ക് മാജിക് കാരണമോ നെഗറ്റിവിറ്റി കാരണമോ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകൾ കാരണമോ എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കാൻ പോകുകയാണ്. ഇവിടെ അടുത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം അൺഫോൾഡ് ആവാൻ പോവുകയാണ്. അത് ഇതുവരെയും അൺഫോൾഡ് ആയിട്ടില്ല, ഹിഡൻ ആയിട്ടാണ് വച്ചിരുന്നത്. ആ ഒരു കാര്യം അൺഫോൾഡ് ആവാൻ പോവുകയാണ്. നിങ്ങൾ അതിന് മുന്നോടിയായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ദുഃഖം തരുന്ന ആ ഒരു കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ മാറ്റുക. എനിക്കറിയാം 2020 തൊട്ട് നിങ്ങളുടെ ലൈഫ് വളരെ വിചിത്രമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന്. സത്യം പറഞ്ഞാൽ പ്രകൃതിയിലും ഇങ്ങനെയുള്ള വിചിത്ര പ്രതിഭാസങ്ങളാണ് നടക്കുന്നത്. നമുക്ക് തന്നെ ചിലപ്പം തോന്നിപ്പോകും ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫിലും ചില സമയം സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ചാഞ്ചാട്ടം, ചെറിയ ഒരു ദുഃഖം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതിന് വലിയ സന്തോഷം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ആ ഒരു ചെറിയ ദുഃഖം നിങ്ങൾക്ക് തന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 360 ഡിഗ്രി ചേഞ്ചസിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വലിയൊരു പരിവർത്തനം, ചെറിയ ഒരു ദുഃഖം തന്നിട്ട് വലിയ ഒരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയും വിഷമമൊക്കെ തോന്നും, പക്ഷേ നല്ല ഒരു പരിവർത്തനമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ആ ഒരു വിഷമം കണ്ടിട്ട് പേടിക്കേണ്ട, നല്ലൊരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേദന തരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റി നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കും കൊണ്ടുപോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു എനർജിയിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ഒരു സിനിമ പോലെ അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്വഭാവം നിർത്തുവാനാണ് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് പറയുന്നത്. കാരണം നിങ്ങൾ എപ്പോഴൊക്കെ നല്ലത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴൊക്കെ ഈ നെഗറ്റിവിറ്റി നിങ്ങളുടെ മേൽ വരുന്നു. അപ്പോൾ നിങ്ങൾ അതിലോട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കൊണ്ടുപോകുന്നു, പോസിറ്റിവിറ്റിയിലേക്ക് ശ്രദ്ധ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചേഞ്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ.
നിങ്ങളിൽ പല ആൾക്കാരും വെള്ളം കുടിക്കുന്നത് വളരെ കുറച്ചാണ്. നിങ്ങളത് ആ ഒരു ദുശ്ശീലം മാറ്റിയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതുപോലെ ആക്കുക. കാരണം നമ്മുടെ ആ ഒരു ഇമോഷൻസ് ബാലൻസ് വരണമെങ്കിൽ വെള്ളം കുടിക്കുന്നത് കൂടുതലാക്കിയേ പറ്റത്തുള്ളൂ. ചില ആൾക്കാർക്ക് ഇവിടെ ചില മോശം സ്വഭാവമുണ്ട്. അവർ വിചാരിക്കുന്നത് അവർക്കത് ആ സ്വഭാവം ഇഷ്ടമാണ് എന്ന്. പക്ഷെ അത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും റൊട്ടീൻ ഉണ്ട് എങ്കിൽ അതിനെ മാറ്റുക നിങ്ങൾ. വെള്ളം കുടിക്കുന്നത് കുറവാണ് എങ്കിൽ അതിനെ മാക്സിമം കൂട്ടാൻ നോക്കുക വെള്ളം കുടി. ചില ആൾക്കാർക്ക് അവർക്ക് ചേരാത്ത ഒരു കളർ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ഭാഗ്യനിറം. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ നിറത്തിലുള്ള ഡ്രസ്സേ എപ്പോഴും ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കളർ നിങ്ങൾ ചൂസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എപ്പോഴത്തെ എനർജി നേരെയാവാൻ ലൈറ്റ് കളർ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വൈറ്റ് കളർ യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ നിങ്ങളായിട്ട് ഒരു കളർ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ആ ഒരു കളർ മാത്രമേ നിങ്ങൾ എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യുള്ളൂ. നിങ്ങളുടെ ഭാഗ്യ നിറമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് യോജിച്ച നിറമല്ല. പിന്നെ ചില ആൾക്കാർ ഒത്തിരി ചെരുപ്പുകൾ വാങ്ങിച്ച് കൂട്ടുന്നു. അതും മോശമായിട്ടുള്ള സ്വഭാവമാണ്. ഇങ്ങനെ കുറേ ചെരുപ്പുകൾ വാങ്ങിച്ച് കൂട്ടുന്നത്. പഴയ പൊട്ടിയ ചെരുപ്പ് പോലും നിങ്ങളെടുത്ത് കളയുന്നില്ല. അതും അവിടെ കിടക്കുകയാണ്. കൂടാതെ സമയം നിന്ന് പോയ വാച്ച് അതിനെയും നിങ്ങൾ വച്ചേക്കാണ് വീട്ടിൻ്റെ അകത്ത്. ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണോ ഈ മോശം ആയ വസ്തുക്കൾ അതിനെയൊക്കെ വീട്ടിൽ നിന്ന് പുറന്തള്ളുക. കാരണം നമ്മുടെ ആ ഒരു എനർജി മോശമാവാൻ ഇതൊക്കെ മതി. മോശമായിട്ടുള്ള വസ്തുക്കളൊന്നും നമ്മൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല. പൊട്ടിയ കണ്ണാടി, സമയം നിന്ന് പോയ ക്ലോക്ക്, ചീത്തായ വാച്ച്, അതൊക്കെ നിങ്ങൾ ഒന്ന് മാറ്റുക. നിങ്ങൾ വിചാരിക്കുക അത് നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ച കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണെന്ന്. പക്ഷെ അതിനെ ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കി എടുക്കുക. അല്ല എങ്കിൽ അതിനെ വീട്ടിൻ്റെ അകത്തുനിന്ന് മാറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനെ മാറ്റാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ള രീതിയിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കണം. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. എത്ര തന്നെ വലിയ കാര്യമായാലും. കാരണം ഇവിടെ നമ്പർ പറയുന്നത് 2028, 2029 ഈ വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, നിങ്ങൾ വിചാരിക്കാത്ത ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും 3 വർഷമൊക്കെ എടുക്കുമോ ചേഞ്ചസ് വരാനെന്ന്. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. നിങ്ങളുടെ വണ്ടി സ്പീഡാ പോകണോ അതോ പതുക്കെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സക്സസ് വേണമെങ്കിൽ അതിനുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് ഈ റീഡിങ്ങിലൂടെ പറയുന്നത്. നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങളത് വിനിയോഗിക്കുക. അതിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരുന്ന ആളാണ് ഞാൻ. ഇവിടെ വരുന്ന വർഷം പറഞ്ഞേ പറ്റത്തുള്ളൂ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ സമയം പറഞ്ഞെന്നേ ഉള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ലതാവും. അതിന് മുന്നേയും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ലതാവും. അത് നിങ്ങളുടെ കർമ്മ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കർമ്മ എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യം വരുന്നത്. ചിലപ്പോൾ കുറച്ച് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായി എന്നുള്ള. ചിലപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോള് വരുന്നു, ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അല്ലെങ്കിൽ റീഡിംഗ് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നു നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങളുടെ നല്ല കർമ്മവും നിങ്ങളുടെ ഭാഗ്യവും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. അത് പ്രകൃതിയുടെ നിയമമാണ്. ചില ആൾക്കാർ ഇത് വിശ്വസിക്കത്തില്ല. ദൈവമില്ല എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. കാരണം അവർ അത്രമാത്രം വിഷമങ്ങൾ സഹിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പോയി കാണും. പക്ഷേ ഇത്തരക്കാരുടെ ലൈഫിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം വരുമ്പോൾ ഇവർ വിശ്വസിക്കുകയും ചെയ്യും ദൈവത്തെ. ഇവിടെ ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ അനീതി സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ അനീതിക്കിരയായി മാറിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടലോട് കൂടി നിങ്ങളുടെ ലൈഫിൽ നീതി ഉണ്ടാവുന്നതാണ്. എവിടെ അനീതി ഉണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലോട് കൂടി നീതിയും ഉണ്ടാവുന്നതാണ്. ഇവിടെ കുറേ ആൾക്കാർക്ക് അനീതി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് അടുത്ത ആൾക്കാരിൽ നിന്നാണ്. പുറത്തുള്ള ആൾക്കാരിൽ നിന്നല്ല, അടുത്ത ആൾക്കാരിൽ നിന്നാണ്. പുറത്തുള്ളവർ നമ്മളെ ദുഃഖിപ്പിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും സഹിക്കും. പക്ഷെ നമ്മൾ അടുത്ത ആൾക്കാർ ദുഃഖിപ്പിക്കുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ സാധിക്കത്തില്ല.
ഇവിടെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദുഃഖവും വേദനയും എന്താണെന്ന് മറ്റൊരാൾക്കും അറിയാൻ സാധിക്കത്തില്ല. ഈശോന് മാത്രമേ അതറിയാൻ സാധിക്കൂ. ചില ആൾക്കാർ അനുഭവിച്ചത് കേട്ടാൽ അവർക്ക് കരയാൻ ഇനി കണ്ണുനീരില്ല. അത്രമാത്രമാണ് അവർ അനുഭവിച്ചത്. അത്രമാത്രം ഫേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടായത് 2019 തൊട്ടാണ്. 2019 തൊട്ട് 2024 വരെ നിങ്ങൾ ഒന്ന് ഓട്ടിച്ച് നോക്കിയേ എന്തുമാത്രം പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്ന്. ഇല്ല എങ്കിൽ 2025 മാർച്ച് അതുവരെയുള്ള കാലയളവ്, ആ ഒരു കാലയളവിനുള്ളിൽ ഒത്തിരി പരിവർത്തനങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്തത്. ഇത്രയും മോശം പരിവർത്തനം നിങ്ങൾ ഫേസ് ചെയ്ത് ഈ ഒരു കാലയളവിൽ ഇനി നിങ്ങൾക്ക് നല്ല പരിവർത്തനമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒക്ടോബർ നവംബറിലൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു നല്ല പരിവർത്തനം. അത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വരേണ്ടത്, അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്തൊക്കെയാണോ ഉള്ളത്, അത് സ്വയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് അതിനെ തേടി പോവേണ്ടി വരത്തില്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒട്ടും തന്നെ കഠിനാധ്വാനമോ പരിശ്രമമോ ഒന്നും തന്നെ ചെയ്യേണ്ടി വരത്തില്ല. അത് തനിയെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ചില ആൾക്കാർക്ക് വീട്ടിൻ്റെ കതക് തട്ടി എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ലഭിക്കത്തില്ല. അതേപോലുള്ള ഒരു പരിവർത്തനം ഉണ്ടാവാൻ പോകണം. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, ദൈവമേ എനിക്ക് ഇത്രയും നല്ലൊരു ജാക്ക് പോട്ട് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയും. അതായത് വീട്ടിൻ്റെ വാതിൽക്കൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ തേടി വന്നതായിട്ട് പെട്ടെന്ന് നിങ്ങൾ അത് തുറന്ന് സ്വീകരിക്കുന്നതായിട്ട്. ഈ കാര്യം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള ഒരു സന്തോഷത്തിനെ കുറിച്ചാണ്. അതായത് കരിയർ റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ പിറകെ പോകേണ്ടി വരത്തില്ല. അത് തനിയെ നിങ്ങളെ തേടി വരും. പിന്നെ കരിയർ റിലേറ്റഡ് ആയിട്ട് പറയാനാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ വർക്കഹോളിക് ആവുക. സമയം ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം എന്താണോ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ കരിയറിൽ ശ്രദ്ധിക്കുക. കരിയറിൽ എന്തൊക്കെ നിങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. കൂടുതലും ബിസി ആവുക കരിയറിൽ. കാരണം നമ്മൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുമോ പരിശ്രമം ചെയ്യുമോ അത്രത്തോളം വിജയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 2019 തൊട്ട് 2025 മാർച്ച് വരെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമവും വേദനയും എല്ലാം നിങ്ങളുടെ ശരീരത്തിനെ പോലും നിങ്ങൾ നോക്കാതെ, നിങ്ങളുടെ ശരീരം വയസ്സായ ആൾക്കാരെ പോലെ ആയിരിക്കണം. അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു. അത്രത്തോളം നിങ്ങൾക്ക് ശരീരത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ശരീരമൊക്കെ അങ്ങ് ക്ഷീണിച്ച് ഒരുമാതിരിയായി. പക്ഷെ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു പരിവർത്തനം കണ്ട് ഈ ലോകം പോലും അത്ഭുതം പെടും. കാരണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ആ ഒരു റെസ്പെക്റ്റും റിഗാർഡും എല്ലാം ലഭിക്കണം. കാരണം നിങ്ങൾ അത്രമാത്രം പെയിനാണ് അനുഭവിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ വിക്ടറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു പീസ് വരുമ്പോൾ, ഒരു സമാധാനവും ശാന്തിയും വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ല വൃത്തിയിൽ ചേഞ്ച് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ആംഗ്രി ബേർഡായിട്ടുള്ള ദേഷ്യം ഉള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്വഭാവമൊക്കെ നിങ്ങൾ വിചാരിക്കും എവിടെ പോയി എന്ന്. ഞാൻ ഇതേപോലത്തെ സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ മുന്നിലുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. അത്ര രീതിയിലാണ് ഞാൻ പ്രതികരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ട്രാൻസ്ഫോമായി. ഇപ്പോൾ ഇത്രയും ഈ നല്ല ഒരു ശാന്ത സ്വഭാവമായി മാറിയത് എൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നിങ്ങൾക്കും അതേപോലൊരു പരിവർത്തനം ഉണ്ടാകും. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും വഴക്കിടാൻ വരികയോ നിങ്ങളുടെ ആ ഒരു ശാന്തിയും സമാധാനവും ഇല്ലാതാക്കാൻ നോക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുക. നിങ്ങളുടെ ആ ഒരു നിശബ്ദതയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ആയുധം. കാരണം നമ്മളും അവരെ പോലെ പ്രതികരിക്കാൻ പോയാൽ പിന്നെ നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവത്തില്ല. എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റാക്കി വയ്ക്കുക നിങ്ങൾ. പിന്നെ നിങ്ങൾക്കുള്ള ഒരു ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. നിങ്ങൾക്ക് മറ്റുള്ള പല ആൾക്കാരെയും ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളുടെ ആ ഒരു ദേഷ്യം കൺട്രോളിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്വഭാവം എത്ര തന്നെ മാറ്റം വന്നിട്ടുണ്ട് എന്ന്. മുന്നേയൊക്കെ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ മറുപടി പറയാത്ത ആളാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ മറുപടി പറയുന്ന ആളായി മാറും. കോൺഫിഡൻസ് ഉണ്ടാകും. ആരോട് സംസാരിക്കാൻ ഒരു പേടിയില്ലാതാവും. അങ്ങനെയൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നല്ല രീതിയിലൊരു ബിസിനസ് ചെയ്യുന്ന ആളായി മാറുന്നതാണ്. ലീഡ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിലായാലും നിങ്ങളുടെ കരിയറിലായാലും ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ആ ഒരു പരിവർത്തനമാണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ധനം വന്നാൽ മാത്രമേ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുള്ളൂ. അതിനു വേണ്ടിയാണ് ദൈവം കരിയറിൽ ഒരു പരിവർത്തനം കൊണ്ടുവരുന്നത്. ആ ഒരു ധനത്തിൻ്റെ ആഗമനത്തോടെ നിങ്ങളുടെ പാസ്റ്റിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മറക്കും. നിങ്ങൾ നല്ല ഒരു ലൈഫ് ജീവിക്കുകയും ചെയ്യും. ഈ ടൈമിൽ നിങ്ങൾക്ക് 1919 1010 1111 ഈ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.